നമസ്കാരം, ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ SBI നെറ്റ് ബാങ്കിങ്ങിനും അതേപോലെ യോനോ ആപ്പിലൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ലോഗിൻ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ റീസെറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനായിട്ട് ഓൺലൈൻ SBI.SBA എന്ന വെബ്സൈറ്റിലേക്ക് കയറുക. അതിനുശേഷം പേഴ്സണൽ ബാങ്കിങ്ങിൽ ലോഗിൻ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്ത് കൊടുക്കുക. പിന്നീട് വരുന്നതിൽ കണ്ടിന്യൂ ടു ലോഗിൻ ആണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഫോർഗോട്ട് യൂസർ നെയിം ലോഗിൻ പാസ്വേഡ് എന്ന ഓപ്ഷനാണ് ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നീട് വരുന്ന ഓപ്ഷൻസിലും ഫോർഗോട്ട് ലോഗിൻ പാസ്വേഡ് എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ യൂസർ നെയിം, അതായത് നെറ്റ് ബാങ്കിങ്ങിന് ഉപയോഗിക്കുന്ന യൂസർ നെയിം, അക്കൗണ്ട് നമ്പർ, കൺട്രി, മൊബൈൽ നമ്പർ, അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നീട് ഒരു ക്യാപ്ച കോഡ് എന്നിവയെല്ലാം കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. ബാങ്കുമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറാണ് നമ്മളവിടെ കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ മൊബൈലിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP എൻ്റർ ചെയ്തതിന് ശേഷം കൺഫേം കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ATM കാർഡ് വെച്ചിട്ടും അതേപോലെ പ്രൊഫൈൽ പാസ്വേഡ് വെച്ചിട്ടും നമ്മുടെ ലോഗിൻ പാസ്വേഡ് നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിവിടെ ATM കാർഡാണ് ചൂസ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഇതേ അക്കൗണ്ടിലുള്ള ATM കാർഡുകൾ കാണിക്കും. അതിൽ ആക്റ്റീവായിട്ടുള്ള കാർഡ് ചൂസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൺഫേം കൊടുക്കുക. അതിനുശേഷം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ATM കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ATM കാർഡിലെ നെയിം, അതേപോലെ പിൻ നമ്പർ, ATM കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ്, അത് മാസം, ഇയർ എന്ന രീതിയിൽ, അതിനുശേഷം ക്യാപ്ച കോഡ്, ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തന്നെ ഡെബിറ്റ് കാർഡ് വാലിഡേഷൻ സക്സസ് ആയി എന്ന് കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒന്നും ചെയ്യേണ്ട, ഒരു 3-4 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അവിടെയാണ് നമ്മൾ പുതിയ ലോഗിൻ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ തന്നെ പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അവിടെ ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, സ്പെഷ്യൽ ക്യാരക്ടർ, നമ്പർ എന്ന രീതിയിൽ തന്നെ നമ്മൾ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതൊന്നുകൂടി എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്താൽ മതി. നമ്മളുടെ പുതിയ ലോഗിൻ പാസ്വേഡ് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചേക്കണേ. താങ്ക്